ദൈവനാമം മഹത്വപ്പെടട്ടെ. വാത്സല്യ മക്കളെ, പ്രത്യേകിച്ച് കോട്ടയം സെൻട്രൽ മെത്രാസനങ്ങളിൽ പെട്ട ബഹുമാനപ്പെട്ട വൈദികരെ, പള്ളിയുടെ ചുമതലക്കാരെ, ആധ്യാത്മിക സംഘടനാ പ്രവർത്തകരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം ചൊല്ലുന്നു. അതേസമയം തന്നെ ഇപ്പോൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ട ഒരു പ്രധാന സംഗതി ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. പശ്ചിമേഷ്യയിൽ കഴിയുന്ന നമ്മുടെ ജനം, അത് സഭാംഗങ്ങൾ മാത്രമല്ല മറ്റുള്ളവരും, പ്രയാസത്തിലും വേദനയിലും ആകുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവരോടെ ജീവിക്കുന്നുവെങ്കിലും മനസ്സിലൂടെ ആശങ്കകൾ ധാരാളമായി കടന്നു പോകുന്നു. തീർച്ചയായും നാട്ടിലുള്ള അവരുടെ മാതാപിതാക്കളും സഹോദരങ്ങളുമൊക്കെ വലിയ ആശങ്കയിലാണ്. പല കാരണങ്ങൾ അതിന് പിന്നിലുണ്ട് എന്നത് ഞാനിവിടെ വിവരിക്കുന്നില്ല. പശ്ചിമേഷ്യയിലെ യുദ്ധത്തിൽ അതിൻ്റെ ആകുലതയിൽ കഴിയുന്ന നമ്മുടെ മക്കൾക്ക്, അതുപോലെ തന്നെ അവരുടെ സഹോദരങ്ങളായി നാട്ടിൽ കഴിയുന്ന മാതാപിതാക്കളായി നാട്ടിൽ കഴിയുന്ന ആളുകൾക്ക് ദൈവത്തിൻ്റെ കൃപ ധാരാളമായിട്ടുണ്ടാകണം. അതുകൊണ്ട് ഈ യുദ്ധം അവസാനിക്കുന്ന സമയം വരെയും നിങ്ങൾ മുട്ടിപ്പായി അവരുടെ സമാശ്വാസത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് ആദ്യം പറയാനായിട്ടുള്ളത്. പല ബുദ്ധിമുട്ടുകൾ നേരിട്ട് തുടങ്ങി. അത് അവർ മാത്രമല്ല, നാമും എല്ലാം അനുഭവിച്ച് തുടങ്ങിയിട്ടുണ്ടല്ലോ. യുദ്ധം ഒരു കുടുംബത്തെ മാത്രമല്ല ബാധിക്കുന്നത്, പിന്നെ സമൂഹത്തെയും ലോകത്തെ മുഴുവനായും ബാധിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. സാമ്പത്തികവും അതുപോലെ തന്നെ ധാർമ്മികവും ഒക്കെ ആയിരിക്കുന്ന കാര്യങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളും ചിട്ടയോടും കൃത്യമായും നടത്തിക്കൊണ്ടുപോകാനായിട്ട് നമുക്കൊരു നിയോഗമുണ്ട്. ബഹുമാനപ്പെട്ട വൈദികർ നമ്മുടെ ഭവനങ്ങൾ സന്ദർശിക്കണം. ആധ്യാത്മിക സംഘങ്ങളോട് ചേർന്ന്, പ്രത്യേകിച്ച് യുദ്ധഭീതിയിൽ കഴിയുന്ന കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഒക്കെ കാണുകയും അവരെ സമാശ്വസിപ്പിക്കാനുള്ളതായ മാർഗങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യണമെന്നുള്ളത് ഞാൻ സ്നേഹപൂർവ്വം പറയുകയാണ്. നമ്മുടെ ഒരു ദേവാലയത്തിലും ഒരു വിശ്വാസിക്കും യുദ്ധം കൊണ്ട് ഒരു ഭീതി കുടുംബത്തിൽ നിലനിൽക്കുവാൻ ഇടവരരുത്. അതിനുവേണ്ടി അവരുടെ കൂടെ നിൽക്കുവാനുള്ള നമ്മുടെ ഉത്തരവാദിത്തത്തെ നാം നിറവേറ്റണം എന്നുള്ളത് സ്നേഹപൂർവ്വം ഞാൻ പറയുകയാണ്. അത് സാമ്പത്തികമായാലും മറ്റേത് രീതിയിലായാലും അവർക്ക് കൊടുക്കേണ്ടതായ ആശ്വാസ വചനങ്ങളിലൂടെ ആയാലും ഏത് രീതിയിലൂടെ ആയാലും കർത്താവിൻ്റെ കരുതൽ നമ്മിലൂടെ ഉണ്ടാകുവാൻ തക്കവണ്ണം നിങ്ങളേവരും ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഞാൻ അറിയിക്കട്ടെ. പശ്ചിമേഷ്യയിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ യുദ്ധ നടക്കുന്നതായ സ്ഥലങ്ങളിൽ ഒക്കെ ജീവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവിൻ്റെ കരുതൽ കൂടുതൽ ഉണ്ടാകുവാൻ, യുദ്ധങ്ങൾ മാറിപ്പോകുവാൻ, സമാധാനം ഭൂമിയിൽ സ്ഥിരമായി സംജാതമാകാനും വേണ്ടി മുട്ടിപ്പായി നിങ്ങളേവരും പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ കരുതൽ നിങ്ങളിലൂടെ ഇങ്ങനെയുള്ള ആശങ്കകളിലും ഭീതികളിലും കഴിയുന്ന ആളുകൾക്ക് ലഭിക്കുവാനായിട്ട് ഇടയാക്കുക. സർവേശ്വരൻ നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.